നമസ്കാരം. KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ക്ഷീരകർഷകർക്ക് ആവേശം പകർന്ന് ക്ഷീരസംഗമം. ക്ഷീരവികസന വകുപ്പും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് സംഗമം സംഘടിപ്പിച്ചത്. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനായി ആലപ്പുഴയിൽ നോർക്കയുടെ ഓഫീസ് തുടങ്ങാൻ ശുപാർശ ചെയ്യുമെന്ന് നിയമസഭാ സമിതി. യാത്രക്കാരുടെ നടുപടിക്കാൻ ഒരു റോഡ്. കിടങ്ങര വാലടി റോഡ് തകർന്നിട്ട് മാസങ്ങൾ. വാർത്തകൾ വിശദമായി. ക്ഷീരവികസന വകുപ്പും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ക്ഷീരസംഗമം സംഘടിപ്പിച്ചു. കാവാലം കുന്നുമ്മ തിരുവിളങ്ങാട് മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനവും കുട്ടനാട് MLA തോമസ് ചാണ്ടി നിർവഹിച്ചു. ഇന്ന് ഈ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച അദ്ദേഹം അത് വായിച്ചു. കാരണം നമുക്ക് ആവശ്യമായ അരിയുടെ 30% പോലും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. പച്ചക്കറി നമ്മളെ കൊണ്ട് സഫീഷ്യന്റായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളതിന്റെ പകുതി പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പച്ചക്കറി വേണേ തമിഴ്നാട്ടിൽ നിന്ന് വരണം, മുട്ട വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം, കോഴിയിറച്ചി വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. ആ അവസ്ഥയിലാണ് ഇന്ന് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാലിന്റെ കാര്യത്തിൽ ഒരു ശുഭവാർത്തയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ 70% പാൽ ഈ ദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ഗവൺമെന്റ് കുറെ കൂടെ പ്രോത്സാഹനം നടത്താമെങ്കിൽ 2-3 വർഷത്തിനകം 100% പാലും ഈ രാജ്യത്ത് ഉൽപ്പാദിക്കപ്പെടുമെന്ന് ഒരു സംശയവുമില്ല. അതിനാവശ്യമായ തീർച്ചയായും കേരള നിയമസഭയിൽ അടുത്ത പ്രാവശ്യം ഇത് പ്രത്യേകമായി നോട്ട് ചെയ്തുകൊണ്ട് ഇതിനുവേണ്ടി ശബ്ദമുയർത്താവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസ്മാസ് കറിയ അധ്യക്ഷയായ യോഗത്തിൽ മുഖ്യപ്രഭാഷണവും ക്ഷീരകർഷകരെ ആദരിക്കലും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരി നിർവഹിച്ചു. ചടങ്ങിൽ മികച്ച ക്ഷീര സഹകരണ സംഘത്തിനുള്ള അവാർഡ് ആലപ്പുഴ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എബ്രഹാം T. ജോസഫും മികച്ച ഗുണമേന്മയുള്ള പാൽ സംഭരിച്ച സംഘത്തിനുള്ള അവാർഡ് മിൽമ ഡയറക്ടർ കരുമാടി മുരളിയും നൽകി. രാജിനി ബിനു, ഓമനക്കുട്ടൻ ജനാർദ്ദനൻ, റാണിമോൾ അനിൽകുമാർ, CP ബ്രീവൻ, ഓമന അനിൽകുമാർ, D. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന നോർക്ക വകുപ്പിന്റെ ഓഫീസ് ആലപ്പുഴയിൽ ആരംഭിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി. സമിതി ചെയർമാനായ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയുടെ അധ്യക്ഷതയിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന നിയമസഭാ സമിതി യോഗത്തിൽ MLA-മാരായ തോമസ് ചാണ്ടി, AP അബ്ദുള്ളക്കുട്ടി എന്നിവർ പങ്കെടുത്തു. പ്രവാസി പുനരധിവാസ പദ്ധതികൾക്ക് അപേക്ഷിക്കാനും വിവരങ്ങൾ അറിയാനും ജില്ലയിൽ നോർക്ക ഓഫീസ് തുറക്കുമെന്ന ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സമിതി വ്യക്തമാക്കി. പ്രവാസി മലയാളികൾക്കും മടങ്ങിയെത്തുന്നവർക്കുമുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ ജില്ലാതല ശില്പശാല സംഘടിപ്പിക്കും. യമനിലെ ഇന്ത്യൻ എംബസിയിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് പ്രവേശനം നിഷേധിക്കുന്നുവെന്ന പരാതി അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവാസികളുടെ മക്കൾക്ക് കോട്ടയിൽ പ്രവേശനം നൽകുന്നതിന് സർക്കാർ ഫീസ് ഏർപ്പെടുത്തുക, സീസൺ കാലയളവിലെ വിമാന ടിക്കറ്റിൽ വൻ വർധനയ്ക്ക് പരിഹാരം കാണുവാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രമിക്കും. സമിതിക്ക് 124 അപേക്ഷകളാണ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ, ADM ആന്റണി ഡൊമിനിക്, പ്രവാസി സംഘടനാ പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കിടങ്ങറ വാലടി റോഡ് പൂർണ്ണമായും തകർന്ന നിലയിൽ. റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയതും യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുന്നു. വാഹനം ഓടിക്കുവാൻ പഠിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു എളുപ്പമാർഗമുണ്ട്. കിടങ്ങറ വാലടി റോഡിലൂടെ ഒന്ന് വാഹനം ഓടിച്ചാൽ മതി, ബാക്കിയെല്ലാം തന്നെ പഠിച്ചോളൂ. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 6 മാസത്തിലധികമായി കിടങ്ങറ വാലടി റോഡ് പൂർണ്ണമായും തകർന്നടിഞ്ഞു കിടക്കുകയാണ്. റോഡിൽ വെള്ളം കയറിയതോടെ റോഡും കുഴിയും തിരിച്ചറിയാനാവാതെ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. ഈ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഭയങ്കര ദുരിതം. ഈ അധികാരികളൊക്കെ കാണിക്കണ്ട കറക്റ്റ് ആയിട്ടുള്ള കാര്യം.
ഞങ്ങളുടെ 2 വീലറുകാർക്ക് ഏറ്റവും വലിയ കഷ്ടപ്പാട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കുഴി വീഴണ്ട, കണ്ടല്ലേ, വലിയ കപ്പൽ ചാല് പോലത്തെ കുഴികളാണ്. എത്ര നാളായി കാണാം ഇത് അവസ്ഥയായിട്ട്? ഇത് വന്നപ്പോൾ തൊട്ടുള്ള അവസ്ഥയാ ഇങ്ങനെ തന്നെ. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എല്ലാ റോഡും വലിയ തോടാ. അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയുമാണ് ഇത്ര വേഗം റോഡ് തകരുവാൻ ഇടയാക്കിയത്. റോഡിന് ഇരുവശവും കല്ലുകെട്ടി സംരക്ഷിക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം അധികാരികൾ ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്കും കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്കുമുള്ള എളുപ്പവഴിയാണ് കിടങ്ങറ വഴിയുള്ള ഈ റോഡ്. അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുന്നതും റോഡ് തകരുന്നതിനുള്ള മറ്റൊരു കാരണമായി. ഇത്തരത്തിൽ കാരണങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ സാധാരണക്കാരന്റെ നടുവാണ് ഒടിയുന്നതെന്ന് നമ്മുടെ അധികാരികൾ കാണുന്നില്ല. ഭയങ്കര ദുരിതം പിടിച്ച യാത്രയാണ്. റോഡ് പൊക്കി ഇതിന്റെ യാത്ര സുഗമമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ MP, MLA, മന്ത്രിസഭയും അതിന്റെ വേണ്ട രീതിയിൽ ചെയ്യണമെന്നുള്ളതാണ്. ഇത് തുരുത്തി മുതൽ ഈ റോഡ് കിടങ്ങറ വരെ പോയി കിടക്കുകയാണ്. ഇത് ടിപ്പർ ഓടുന്നതുകൊണ്ടാണ് കൂടുതൽ ഈ റോഡ് പോകുന്നത്. അധികാരികളുടെ വക 8ന്റെ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. വേനൽക്കാലത്ത് നന്നാക്കേണ്ട റോഡ് മഴക്കാലമായതോടെ കുഴിയേത് റോഡേതെന്ന് തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരിൽ പലരും എത്തിച്ചേരുന്നത് ആശുപത്രികളിലേക്കാണ്. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCV ന്യൂസ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തകർന്ന കെട്ടിടം തോമസ് ചാണ്ടി MLA സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് മുഖാന്തരം സർവശിക്ഷ അഭിയാന്റെ 37.6 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച മങ്കൊമ്പ് ഔട്ടം തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുകൂലമായ റിപ്പോർട്ട് ലഭ്യമാക്കുവാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടതായി തോമസ് ചാണ്ടി MLA അറിയിച്ചു. സ്കൂളിന്റെ ശോച്യാവസ്ഥ സന്ദർശിച്ച് മനസ്സിലാക്കി MLA തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പൈപ്പ് ലൈൻ വലിച്ച കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും RO പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും തുക അനുവദിച്ചു. സ്കൂൾ കെട്ടിടം തകർന്ന കമ്പ്യൂട്ടറുകൾ നശിച്ചു പോയതിനാൽ 3 കമ്പ്യൂട്ടറുകളും പ്രിന്ററും അനുബന്ധ സാമഗ്രികളും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. കൂടാതെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മാണത്തിന്റെ അപാകതകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും തകർന്നു വീണ കെട്ടിടം ഫെൻസിംഗ് കെട്ടി തിരിക്കുന്നതിന് തദ്ദേശ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടപടികൾ സ്വീകരിച്ചതായും MLA അറിയിച്ചു. വ്യത്യസ്തമായ സമരത്തിലൂടെ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് മുട്ടാർ നിവാസികൾ. മുട്ടാർ ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ ശയനപ്രദക്ഷിണം ചെയ്ത് പ്രതിഷേധിച്ചു. മുട്ടാർ നീരേറ്റുപുറം റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അധികാരികളെ സമീപിച്ചിട്ടും ഫലമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ശയനപ്രദക്ഷിണം നടത്തിയത്. കുമരച്ചിറ പള്ളിക്ക് മുൻവശത്തുള്ള മുട്ടാർ സെൻട്രൽ റോഡിലായിരുന്നു സമരം. മഴയൊന്ന് പെയ്താൽ മുട്ടാർ നീരേറ്റുപുറ റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒറ്റ മഴയ്ക്ക് തന്നെ മുട്ടാർ റോഡിൽ വഴിയുള്ള വാഹന ഗതാഗതം നിലച്ചിരുന്നു. ശയനപ്രദക്ഷിണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സമരത്തോടനുബന്ധിച്ച് നടന്ന യോഗം അഡ്വക്കേറ്റ് ബിജു C. ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ 15 ദിവസത്തോളം ആലപ്പുഴയിലെ അല്ലെ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളുമായിട്ട് യാതൊരു സമ്പർക്കവും പറ്റത്തക്ക രീതിയിലെ സാധിക്കാത്ത രീതിയിലെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ നമ്മുടെ ഇവിടുത്തെ ഏകദേശം 10-20,000 മനുഷ്യർ അനുഭവിക്കുന്ന ത്യാഗം ഒരുപക്ഷെ ഇവിടെ വന്ന പത്രമാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കും. ഈ ഒരു വേറിട്ട സമരത്തിലൂടെയെങ്കിലും ഈ നാട്ടിലെ അധികാരികളെ, ഈ ഭരണവർഗത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ തരത്തിൽ വേറിട്ട ഒരു സമരം സംഘടിപ്പിക്കുവാൻ ജനകീയ ജാഗ്രതാ സമിതിയുടെ മുന്നണി പോരാളികൾ തയ്യാറായി വന്നത്. ജോസ് ചുങ്കപ്പുര അധ്യക്ഷനായി. സാജു ഈപ്പൻ, കുഞ്ഞമ്മ സിബിച്ചൻ, ബോബൻ ജോസ്, ലില്ലി അലക്സ്, ജോസ് ചുങ്കപ്പുര തുടങ്ങിയവർ സംസാരിച്ചു. ദ്രാവിഡ സാംസ്കാരിക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 152ാമത് മഹാഭൂജാത ദിനം വ്യാഴാഴ്ച ആഘോഷിക്കും. ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9-ന് മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ചരിത്ര പഠനവും ചർച്ചയും നടക്കും. വണ്ടാനം മെഡിക്കൽ കോളേജ് ന്യൂറോ വിഭാഗം പ്രൊഫസർ ഡോക്ടർ CB ഷാജി പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യും. MM നിഷു രാമങ്കരി, അൻസേര ആലപ്പുഴ എന്നിവർ ക്ലാസുകൾ നയിക്കും. വൈകുന്നേരം 4-ന് നടക്കുന്ന സമ്മേളനം സമിതി സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ കൊഞ്ചേരില്ലം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് MK ശിവരാമൻ അധ്യക്ഷത വഹിക്കും.
സാമൂഹ്യ അസമത്വത്തിനെതിരെ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് ആ സാമൂഹ്യ അസമത്വത്തിന്റെ ഇരകളും ബലിയാടുകളുമാക്കപ്പെട്ട ജനതയുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്ന പ്രവർത്തനത്തിന്റെ അനുസ്മരണം എന്നോണമാണ് ദ്രാവിഡ സാംസ്കാരിക സംരക്ഷണ സമിതി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും ഉത്തേജനം ആർജിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ വളരെ ശക്തമായി ദ്രാവിഡ വിഭാഗത്തിലെ പട്ടിക വിഭാഗക്കാർക്കിടയിലെ പ്രവർത്തനം നടത്തുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ 2014 ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ 152ാം ജന്മദിനം ദിവസമായിട്ടുള്ള ആ ദിവസം ചേർത്തലയിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിലും നേതൃത്വത്തിലും അവരുടെ ചരിത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന ശിബിരം ചേർത്തലയിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ആ ചരിത്ര പഠന വിശകലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രമോഹൻ കൈനഗരി, അഡ്വക്കേറ്റ് അരുൺദാസ്, VK ബാബു, അഡ്വക്കേറ്റ് പ്രശാന്ത് ഭീം തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ ദ്രാവിഡ സാംസ്കാരിക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ കൊഞ്ചേരില്ലം, ജനറൽ സെക്രട്ടറി ചന്ദ്രമോഹൻ കൈനഗരി, ജില്ലാ പ്രസിഡന്റ് ശിവരാമൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് ഭീം, വൈക്കം ഉണ്ണി, നിഷു രാമങ്കരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വീടിന്റെ മേൽക്കൂര നഷ്ടപ്പെട്ടവർക്ക് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടർപോളിൻ ഷീറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി കുട്ടനാട് തഹസീൽദാരെ ഏൽപ്പിച്ചു. കുട്ടനാട് താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആലപ്പുഴ ജില്ലാ ചെയർമാൻ PR നാഗ് കുട്ടനാട് തഹസീൽദാർ സന്തോഷ് കുമാറിന് ഷീറ്റുകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാട് താലൂക്കിലേക്കുള്ള റിലീഫ് മെറ്റീരിയലാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കെടുതി അനുഭവിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരെ സഹായിക്കാൻ, ഒരു കൈ സഹായിക്കാൻ ഇന്ത്യൻ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ ഉള്ള മെറ്റീരിയലാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഇവിടെ കളക്ട് ചെയ്യും. ഇവിടുത്തെ താലൂക്ക്
തഹസിൽദാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഇവിടെയുള്ള പഞ്ചായത്തിൽ ആവശ്യക്കാർക്ക് കൊടുക്കും. പോരാത്ത സാധനങ്ങൾ വീണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡ് ക്രോസ് സൊസൈറ്റി കുട്ടനാട് താലൂക്ക് ആക്ടിംഗ് കൺവീനർ വി എ ജോബ് അധ്യക്ഷനായ യോഗത്തിൽ PKM ഇക്ബാൽ, അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലിൽ, ജോർജ് മാത്യു പഞ്ഞിമരം, സിബി മൂലംകുന്നം, അഡ്വക്കേറ്റ് റോജോ ജോസഫ്, MK ഷംസുദൻ, മോളി അലക്സ്, ഹമീദ്, PR ഗണപതി, IR മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. കുരിശുമൂട്, ചെത്തിപ്പുഴക്കടവ് തുടങ്ങിയ കള്ളുഷാപ്പുകളുടെ അടുക്കളയിൽ നിന്നും പാറേപ്പള്ളിക്ക് സമീപമുള്ള ഹോട്ടലിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ സാധനം പിടികൂടിയത്. പഴകിയ ചോറ്, മീൻകറി, ബീഫ് ഫ്രൈ, കക്കായിറച്ചി എന്നിവയാണ് റെയ്ഡിൽ കണ്ടെത്തിയത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഓണക്കാലമായതോടെ പരിശോധനകൾ വ്യാപിപ്പിക്കുമെന്നും അധികാരികൾ അറിയിച്ചു. ഇന്നേ ദിവസം രാവിലെ ചങ്ങനാശ്ശേരി നഗരസഭയിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഹോട്ടൽ പരിശോധന, കള്ളുഷാപ്പിന്റെ അടുക്കളയിലെ പരിസ്ഥിതി എന്നിവ പരിശോധിച്ചതിനാൽ പഴകിയതും മനുഷ്യോപയോഗത്തിന് പറ്റാത്തതുമായ ആഹാര സാധനങ്ങൾ വിൽപ്പനയ്ക്കായി ശേഖരിച്ചത് പിടിച്ചെടുത്തു. നടപടി തുടരുകയാണ്. ഇതോടൊപ്പം സർക്കാർ നിരോധിക്കപ്പെട്ട 40 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. കർശനമായ നടപടിയായി മുന്നോട്ട് പോകും വരുന്ന ആളുകളിൽ. രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ക്രൂരമർദ്ദനത്തെ തുടർന്ന് 5 വയസ്സുകാരൻ ബന്ധുവിന്റെ വീട്ടിൽ അഭയം തേടി. തിരുവല്ല ചാത്തങ്കരി സജീവിന്റെയും രണ്ടാം ഭാര്യ സജിതയുടെയും പീഡനത്തെ തുടർന്നാണ് 5 വയസ്സുകാരനായ അഭിലാഷ് ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചത്. കാരണം കൂടാതെ സജിത കുട്ടിയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു. നാട്ടുകാർ പുളുക്കി പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് സജീവിനെയും സജിതയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എയ്ഡ്സ് ബോധവൽക്കരണ മാജിക് ഷോ നടന്നു. ആലപ്പുഴ ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും രാമഗിരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രവും സംയുക്തമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മാമ്പുഴക്കരി സിസ്റ്റർ ഹാത്തോണ ഫൗണ്ടേഷൻ സെന്ററിൽ നടന്ന ബോധവൽക്കരണ മാജിക് രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. അച്ഛനും അമ്മയെ എയ്ഡ്സ് വന്ന് മരിച്ച 2 കുട്ടികൾ, ഒരാളും ഒരു പെൺകുട്ടിയുമാണ്. ഞങ്ങളുടെ പേര് വന്നു. സ്കൂളിൽ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ മറ്റു കുട്ടികൾ തയ്യാറാകുന്നില്ല. വല്യമ്മയും വല്യച്ഛനും മാത്രമാണ് അവശേഷിക്കുന്ന ആളുകൾ ആ കുടുംബത്തിൽ. അവര് സമൂഹത്തിൽ നിന്ന് മാറ്റിയകറ്റപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ. സ്വാഭാവികമായി അച്ഛനും അമ്മയ്ക്കും ഈ അസുഖം ഉണ്ടായാൽ മക്കൾക്കും അവരുടെ ജീൻ തന്നെ ആയതുകൊണ്ടും ബ്ലഡ് തന്നെ ആയതുകൊണ്ടും ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കും. ഇതൊക്കെ നമ്മൾ കേരളം പോലൊരു സമൂഹത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ വിമർശനപരമായി പരിശോധിക്കപ്പെട്ടതാണ്. ഇന്ന് ഇന്ത്യയിലെ 29 സംസ്ഥാനം എടുത്താൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സാംസ്കാരിക ബോധവും വിദ്യാഭ്യാസ നിലവാരവും എന്തുകൊണ്ടും ഏത് തലത്തിൽ പരിശോധിച്ചാൽ ഒന്നിനൊന്നും പുറകോട്ട് പോകാതെ നിൽക്കുന്ന സംസ്ഥാനമാണ്. കേവലം 38,872 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ കൊച്ചി കേരളം. സുശീല ബാബു അധ്യക്ഷയായ ചടങ്ങിൽ ജോസഫ് ചേക്കോടൻ, സുരേഷ്, MK ഷംസുദൻ, കുര്യൻ ഖാത്തൂൺ, കൃഷ്ണകുമാരി ടീച്ചർ, മജീഷ്യൻ RC ബോസ്, സുധിമോൾ S തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രദ്ധിക്കുക, ഈ വെള്ളത്തുപാല ഒരു മനുഷ്യ ശരീരമായിട്ട് സങ്കല്പിക്കുക. എന്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ഈ സഞ്ചി മനുഷ്യന്റെ മനസ്സായിട്ട് സങ്കല്പിക്കുക. നമ്മളുടെ മനസ്സിൽ നാം ഓരോരുത്തർക്കും എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളുടെ ജീവിതം, അല്ലേ? അതിന് യാതൊരു സംശയമില്ല. അതിലേക്ക് ഞാൻ കടക്കാം. ഒന്ന്, കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുള്ള, സാമൂഹിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള, ലൈംഗിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ഈ മനുഷ്യൻ ഈ മനസ്സിൽ എത്ര നാളിരുന്നാലും അങ്ങനെ തന്നെ ഇരിക്കുക, അല്ലാതെ വേറെ കുഴപ്പം പറ്റില്ല. അതേസമയം ഇയാൾ ലൈംഗിക കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്ത, കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്ത ആളാണെങ്കിൽ അയാൾ വളരെ പെട്ടെന്ന് SFDP ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ശാഖായോഗവും മെഡിക്കൽ ഹെൽത്ത് ലൈനും കോട്ടയം മെഡിക്കൽ കോളേജ് നേത്രചികിത്സാ വിഭാഗവും സംയുക്തമായി സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തി. ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ചങ്ങനാശ്ശേരി SNDP യൂണിയൻ പ്രസിഡന്റ് KV ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി PM ചന്ദ്രശേഖരൻ നേത്രദാന സമ്മതപത്ര സമർപ്പണം നടത്തി. ശാഖായോഗം പ്രസിഡന്റ് TD രമേശൻ അധ്യക്ഷനായ ചടങ്ങിൽ നേത്രദാന കൌൺസിൽ അംഗം സജിനീഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ RD രഞ്ജിൻ, TC രഞ്ജിത്ത് റോയ്, അജി കിഴക്കേപ്പറമ്പിൽ, KP സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമവാർത്തകൾ. കുട്ടനാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രക്തമ്മ ടീച്ചറിന്റെ ഭർത്താവുമായ KG പരമേശ്വരപിള്ള നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളുങ്ങുന്ന പാട്ടത്തിൽ മറിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10:30 പുളുങ്ങുന്ന സെന്റ് മേരീസ് ദേവാലയ കുടുംബക്കല്ലറയിൽ. തായങ്കരി അട്ടിച്ചിറയിൽ മേരി വർഗീസ് നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 തായങ്കരി സെന്റ് ആന്റണീസ് ദേവാലയ സിമിത്തേരിയിൽ.
കാവാലം കുന്നുമ്മ കിഴക്ക് 30 പുരുഷോത്തമൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10 2817 നമ്പർ SNDP ശാഖായോഗം ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷീരകർഷകർക്ക് ആവേശം പകർന്ന് ക്ഷീരസംഗമം. ക്ഷീരവികസന വകുപ്പും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് സംഗമം സംഘടിപ്പിച്ചത്. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനായി ആലപ്പുഴയിൽ നോർക്കയുടെ ഓഫീസ് തുടങ്ങാൻ ശുപാർശ ചെയ്യുമെന്ന് നിയമസഭാ സമിതി. യാത്രക്കാരുടെ നടുപടിക്കാൻ ഒരു റോഡ്. കിടങ്ങര വാലടി റോഡ് തകർന്നിട്ട് മാസങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.